അത് കൊള്ളാം. ഇതിന്റെ കളർ കൊള്ളൂലേ? ഇഷ്ടം അതെടുത്തേ. ഇത് കൊള്ളൂലേ? ഇത് കൊള്ളാമല്ലോ, എടുത്തോ. ഇതെന്തിനാ? കോൺഗ്രസ് മീറ്റിങ്ങിനൊന്നും അല്ലല്ലോ, എന്റെ പിറന്നാളിനല്ലേ. ഇത്തിരി കടും നിറമായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇത്ര ഉച്ചത്തിൽ സംസാരിക്കണമെന്നില്ല, എനിക്ക് ചെവി കേൾക്കാം. ഓ, അയ്യോ, കുറച്ച് പതിപ്പുകളും വിരിപ്പുകളും വാങ്ങിക്കണം അമ്മ പ്രത്യേകം പറഞ്ഞു വിട്ടതാ. വേണ്ടതൊക്കെ വാങ്ങിയിട്ട് മോള് വീട്ടിലേക്ക് വെക്കുള്ളൂ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകണം. എന്റെ ധാരണ ശരിയാണെങ്കിൽ ചിലപ്പോ നിയമപാലക നിലയം വരെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ട കാര്യം എന്താ? അതിന്റെ ആവശ്യമുണ്ട്. എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഒരു മിനിറ്റ് നീ വന്നേ. കുട്ടിയെ നിനക്ക് ഇഷ്ടമായി, പിന്നെ കണ്ടീഷനൊക്കെ പണിക്കര് പറഞ്ഞിരിക്കുമല്ലോ. പറഞ്ഞ തുക കുറച്ചിരുന്നെങ്കിൽ. അതൊക്കെ ബുദ്ധിമുട്ടാ. എല്ലാം ഒത്തുവന്നിരിക്കുന്ന സ്ഥിതിക്ക് വെറുതെ കാശിന്റെ പേരും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്നാ ശരി, നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങാം. നമസ്തേ ജി. അമ്മയെ വിളിക്കേ. അമ്മയില്ല അല്ലേ? ഇല്ല. കൈയോടെ പിടിച്ചു. ലാൽ ബഹദൂർ, ആ തോക്കെടുക്ക്. എന്തിനാ മേധാവി തോക്ക്? കാക്കയെ ഓടിക്കാൻ. കൊന്നോളെ ഞാൻ. അമ്മ അമ്പലത്തിൽ പോയാലും ഞാനെന്ത് പഴിച്ചു? അമ്പലത്തിലോ? അതെ. ഓഹോ, എന്നാൽ അമ്മയെ കണ്ടിട്ടേ പോകുന്നുള്ളൂ. അല്ല, അമ്മ മരിച്ചുപോയെന്ന് പറഞ്ഞിട്ട്? എല്ലാം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. തൽക്കാലം അകത്തോട്ട് കയറിയിരിക്കുക. അകത്തോട്ടിരിക്കാം. ഇല്ല, ഞാൻ ഇവിടെ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഞാൻ ആട്ടിൻ പാൽ എടുത്തോണ്ട് വരാം. ഒരു പിടിയും കിട്ടും. എന്റെ കമ്പനിയിലെ MD-യാ. പുള്ളിക്കാരന്റെ അമ്മ കഴിഞ്ഞ മാസം മരിച്ചു. അതോടെ പുള്ളിയുടെ സമനില തെറ്റി. എല്ലാ ആഴ്ചയും ഇവിടെ വന്ന് അമ്മയെ കാണണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കിയിട്ട് പോകും. 1 മണിക്കൂർ കഴിയുമ്പോ ശരിയാവും. പക്ഷേ 3-4 പേരെ ഒരുമിച്ച് കാണുമ്പോ പുള്ളി അക്രമാസക്തനാകുമെന്നൊരു പേടി എനിക്കുണ്ട്. എന്നാൽ ഞങ്ങൾ പോയിക്കാം. അതാ നല്ലത്. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഒക്കെ വിധിന്ന് കരുതിയാ മതി. എന്താ? ഏതെങ്കിലും ഒരു വൈദ്യനെ കാണിക്കാൻ. അല്ലാതെ മൂത്ത ലക്ഷണോ? അവർക്ക് ആള് മാറിപ്പോയതാ. എനിക്ക് രോഗിയായ ഒരു അമ്മാവനുണ്ട്. കണ്ടാൽ അങ്ങേ പോലെ ഇരിക്കും. ഊർമിളെ പെണ്ണ് കാണാൻ വന്നവരാ. അവർ വന്ന സമയം നോക്കി തന്നെ അമ്മ അമ്പലത്തിൽ പോയല്ലേ? അത് പെണ്ണ് കാണൽ ചടങ്ങ് നടക്കുന്ന സമയത്ത് കുട്ടിയുടെ അമ്മ അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചാൽ ആ കല്യാണം നടക്കുമെന്ന ഈ നാട്ടിലുള്ള ഒരു വിശ്വാസം. നട്ടാൽ കേൾക്കുന്ന ഇമ്മാതിരി നുണ പറയാൻ നിങ്ങളെ ആരാ പഠിപ്പിച്ചേ? സത്യം അറിയുമ്പോ അങ്ങ് ഞെട്ടും. ഞാൻ ഇപ്പോഴും ഞെട്ടിയിരിക്കുക. അമ്മ വന്നിട്ട് ഞാൻ അങ്ങയുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നാ പോരെ? പോരാ. വളരെ ദൂരെയുള്ള ഒരു അമ്പലത്തിലേക്ക് അമ്മ പോയിരിക്കുന്നത്. തിരിച്ചു വരാൻ ഒരുപാട് സമയം. അയ്യോ, അന്നോ? എന്ത് അത്ഭുതം! ഇത് എപ്പോ വന്നു? കുറച്ചു നേരമായി. അമ്മയെ കാണാൻ വന്നതാ. ഓ, ദൂരെ ഏതോ അമ്പലത്തിൽ പോയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട്? ഭഗവാനെ കാണാൻ
എപ്പോഴും അമ്പലത്തിൽ പോണ്ട കാര്യമില്ല. അവനവന്റെ മനസ്സിലാ ദൈവം അല്ലേ? അതെ. ഓ, അമ്മ അപ്പോ പൂജാമുറിയിൽ ധ്യാനത്തിലായിരുന്നല്ലേ? ഇടയ്ക്ക് മണിയടി ശബ്ദം കേട്ട കാര്യം ഞാനങ്ങ് മറന്നേ പോയി. ഇദ്ദേഹം ഇവിടെ നിൽക്കുന്നോണ്ട് ഞാനൊന്നും പറയുന്നില്ല. പെറ്റ തള്ള പൊരയ്ക്കാത്തുണ്ടോ ഇല്ലയോന്ന് തിട്ടമില്ലാത്തൊരു മകൻ. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. കുറെ നേരത്തേക്ക് ഞാനൊരു ഗോഡ്സയായി മാറി. ജൗളിക്കടയിൽ വെച്ച് ഞാനൊരു സ്ത്രീയെ കണ്ട് ഹരിയുടെ അമ്മയാണ് തെറ്റിദ്ധരിക്കും. എന്നാൽ അത് ഈ അമ്മയുടെ അനുജത്തിയായിരിക്കും. എന്റെ കുഞ്ഞമ്മ, പേര് സുഭദ്ര കുഞ്ഞമ്മ. ഇവരെ ഇരട്ട പറ്റതാ. അപ്പോ നിങ്ങളുടെ കുടുംബത്തിൽ എല്ലാരും ഇരട്ടകളാണോ? എല്ലാവരും ഇല്ല, പിന്നെ അയ്യോ, അവൾ എന്നെ പോലെയല്ല, വലിയ പരിഷ്കാരിയാ. അമ്മയുടെ സ്വഭാവം എനിക്ക്, കുഞ്ഞമ്മയുടെ സ്വഭാവം ഗിരിക്ക്. അങ്ങനെ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ ഇറങ്ങുകയാണ്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ആന്റിയെ ദൈവം ഇവിടെ എത്തിച്ചത്. കൃത്യസമയത്ത് ഓട്ടോറിക്ഷ കിട്ടിയതും പിന്നാമ്പുറത്തെ കഥ തുറന്നു കിടന്നതും നിന്റെ ഭാഗ്യം. ആ ഹരി, ഒരു കാര്യം പറയാൻ മറന്നുപോയി. 15-ാം തീയതി ഗീതാഞ്ജലിയുടെ ജന്മദിനമാണ്. നിങ്ങളെല്ലാരും വരണം. അമ്മയും കുഞ്ഞമ്മയും ഹരിയും ഗിരിയും ഊർമിളയും എല്ലാരും. ഇരട്ട സഹോദരന്മാരെയും ഇരട്ട സഹോദരികളെയും ഗീതാഞ്ജലിയും ഗോമതിയും കൺകുളിരെ കാണട്ടെ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, വെളുക്കാൻ തേച്ചത് പാണ്ടായി. കണ്ടറിയാത്തവൻ കൊണ്ടറിഞ്ഞേ താൻ കുഴിച്ച കുഴിയിൽ താൻ വീണേ. കടിച്ചത് കാഞ്ഞിര കായ, ഇവൻ പിടിച്ചത് മുറുക്കിൻ കൊമ്പ്. ഇത്തവണ ഗാന്ധി ജയന്തിക്ക് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ആശ്രയസ്ഥനായോ? ആയിക്കോട്ടെ. നമസ്കാരം ജി. വന്ദനം. സജ്ജീകരണങ്ങളൊക്കെ ഗംഭീരമായിരിക്കുന്നല്ലോ. പാശ്ചാത്യ രീതിയിലുള്ള ആഘോഷങ്ങളൊന്നും വേണ്ടെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞതാണ്. ഗീതാഞ്ജലി സമ്മതിക്കട്ടെ? ഈ നല്ലൊരു ദിവസം ആൾക്കാർ ഇവിടെ വന്ന് ആട്ടും പാലും പാവയ്ക്കാ നീരും കുടിക്കണമെന്നാണോ? അല്ല, ഈ സന്ദർഭത്തിൽ വളരെ നല്ലതാണ് പാവയ്ക്കാ നീരെന്ന് പറയുകയായിരുന്നു. ഭവതിക്കും മാതാവിനും നമസ്കാരം. സുദീർഘവും സമ്പൂർണവുമായ ഒരു ജീവിതവും മംഗളകരമായ ഒരു ജന്മദിനവും സാദരം ആശംസിച്ചു കൊള്ളുന്നു. ഞാനും അത് തന്നെ ആശ്വസിപ്പിച്ചു കൊള്ളുന്നു. ഗിരിപ്രസാദ് വന്നില്ലേ? അവൻ ഇതുവരെ ഇവിടെ എത്തിയില്ലേ? വീട്ടിൽ നിന്ന് നേരത്തെ തിരിച്ചാണല്ലോ അമ്മേ. അതെ അതെ. നമസ്കാരം ജി. വന്ദനം. ഇവരെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും ഗോമതി. ഹരിപ്രസാദ് പോണമെന്നില്ല, വരൂ. സാർ, ഒരു ഹരിപ്രസാദ് സാറിന് ഒരു ഗിരിപ്രസാദ് സാർ വിളിക്കുന്നു. ആരാ? ഗിരിപ്രസാദോ? എന്താ അനുജ? ശരി ശരി സഹോദര, നന്ദി. താങ്ക് യു സാർ. കുഞ്ഞമ്മയും കൂട്ടിയ വരികയുള്ളെന്ന്. അനുജൻ വന്നാലുടൻ ഞാൻ പോവും. ഏയ് വേണ്ട വേണ്ട, ഇവിടെ വെച്ച് ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാതെ ഞാൻ നോക്കിക്കൊള്ളാം. അയ്യോ അതല്ല, ഞങ്ങളുടെ വീടിനടുത്തുള്ള ഖാദി ഗ്രാമോദ്योग ഭവന്റെ 50ാമത് വാർഷികാഘോഷമാണെന്ന്. ഖാദി സംബന്ധമായ ചടങ്ങാണല്ലേ? ആ, അപ്പൊ നന്നായിരിക്കുമല്ലോ. ഞാനും കൂടി വരാം. അയ്യോ അങ്ങ് ഇവിടെ ഇല്ലെങ്കിൽ ഗീതാഞ്ജലി പരിഭവിക്കും. ഓ, ഞാനത് ഓർത്തില്ല. വരൂ, എല്ലാരും ഒന്ന് പരിചയപ്പെട്ടിട്ട് പോ. ഒന്ന് നിക്കണേ ജി. ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. ആരാ? പണിക്കരദ്യ. പണിക്കരെ ഞാൻ നേരത്തെ സ്വാഗതം ചെയ്തതാണല്ലോ. ഇതല്ല, പിന്നെ? സമാജം കാര്യദർശി മടത്തുവിളാകം വാസ്തവ പണിക്കർ. എവിടെ? ദോ ആ തല മുണ്ഡനം ചെയ്തിരിക്കുന്ന ആളിന്റെ വാമഭാഗത്തിരിക്കുന്നു. ആ, വന്ദനം വന്ദനം. പേടിക്കാനൊന്നുമില്ല, വാ. അതാ അദ്ദേഹത്തിന്റെ സ്വഭാവം. മിസ്സിനെയും മാഡത്തിനെയും മേനോൻ സാർ വിളിക്കുന്നു. പോയിട്ടാ വരുന്നേ. ജി ജി എങ്ങോട്ടാ? ഉം, ആൾക്കാർ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ അങ്ങ് മേളിലോട്ട് കയറി പോണ ശരിയാണോ? ഞാനിപ്പോ വരാം. അല്ല, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വല്ല കാര്യമാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. അങ്ങ് മേളിലോട്ട് വലിഞ്ഞു കയറണമെന്നില്ല. വല്ലാതെ കയറാൻ എനിക്കറിയാം. എനിക്ക് വേണ്ടി താൻ മൂത്രവിസർജനം നടത്തിയാ മതിയോ?
എല്ലാം ഓക്കെ ആവും മാഡം. അയ്യോ സിംഹം. പതുക്കെ ശബ്ദം ഉണ്ടാക്കാതെ. ഞങ്ങള് വൈകിയോ ആന്റി? ഹേയ് വൈകിയൊന്നുമില്ല. ഗീതാഞ്ജലിയുടെ അമ്മ ആന്റിയുണ്ട് ആന്റി. അവിടെ അപ്പുറത്ത് എവിടെയുണ്ട്. വരൂ അങ്ങോട്ടിരിക്കാം. ഹായ്. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. താങ്ക് യു. ഹായ്. കുഞ്ഞമ്മ ഡിറ്റോ അല്ലേ? അതെ ഹരിയെ പോലെ അല്ലേ? ഹാപ്പി ബർത്ത്ഡേ ഡിയർ. താങ്ക് യു. തുറന്നു നോക്കൂ. ലെറ്റർ ഓപ്പൺ ആൻഡ് സീ. അസലായിട്ടുണ്ട്. വന്ദനം. ഗുഡ് ഈവനിങ് സർ. ഹലോ സർ. ഇത് കുഞ്ഞമ്മ. മനസ്സിലായി, കണ്ടിട്ടുണ്ട്. ചേട്ടൻ എവിടെ? മുകളിലുണ്ടല്ലോ. അയ്യോ എനിക്ക് പുള്ളിയെ കാണാൻ ഒരു അത്യാവശ്യ കാര്യമുണ്ട്. ഞാനിപ്പോ വരൂ മുകളിലേക്ക് പോവാം. അച്ഛാ ദേ ഹരിച്ചേട്ടാ. ആഹാ, മനോഹരമായിട്ടുണ്ടല്ലോ. മോളുടെ ഛായാചിത്രമാണെന്നേ പറയൂ. ഈ ഗിരിപ്രസാദ് ഒരു അനുഗ്രഹീത കലാകാരൻ തന്നെ. നിങ്ങൾ രണ്ടുപേരെയും അവരെ രണ്ടുപേരെയും ഈ വീട്ടിലേക്ക് കൊണ്ടുവരണമെന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമായിരുന്നു. ഗോമതിയോട് വിവരമൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുകളിൽ കാത്തിരിക്കുക. പോകാം. ബൈ ദ ബൈ, പാർട്ടിയുടെ ഇടയിലെ ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പോകും. അവിടെ വിമൻസ് ക്ലബിന്റെ മീറ്റിംഗ് നടക്കുകയാണ്. അയ്യോ എന്താ ആന്റി, ഡിന്നർ കഴിച്ചിട്ട് പോയാ പോരെ? എനിക്ക് ഇവിടെ എപ്പോ വേണമെങ്കിലും ഒന്ന് കഴിച്ചൂടെ? അവിടെ ചെന്നില്ലെങ്കിലേ ആകെ കുഴപ്പാ. ഞാൻ ഇറങ്ങാണ്. ഇറങ്ങട്ടെ കുഞ്ഞമ്മ. ഗിരി മുകളിലേക്ക് വന്നല്ലോ. കണ്ടിരുന്നു. നമസ്കാരം. യു ക്യാരി ഓൺ. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ചിക്ക് ചിക്ക് ചാന ചിക്ക് ചാന ചിക്ക് ചിക്ക് ചാന ചിക്ക് ചാന ചിക്ക് ചിക്ക് ചാന ചിക്ക് ചാന ചിക്ക് ചിക്ക് ചാന ചിക്ക് ചാന